ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ബന്നാർഘട്ട നാഷണൽ പാർക്കിൽ നമ്മൾ പോയതിൻ്റെ പാർട്ട് 2 ആണ് ഈ വീഡിയോ. ഇതിൽ നമ്മൾ ബട്ടർഫ്ലൈ പാർക്കിലെ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും പോയി കാണണം കേട്ടോ. അപ്പം ബസ്സിലിരുന്ന് തന്നെ കുഞ്ഞു ഉറങ്ങിപ്പോയായിരുന്നു. പിന്നെ അവളുടെ ഒരു ക്ഷീണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് അവൾ കുറച്ച് നേരം ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞങ്ങളപ്പോൾ പാർക്കിലേക്ക് നടക്കുകയാണ്, ബട്ടർഫ്ലൈ പാർക്കിലേക്ക്. അപ്പോൾ അതിൻ്റെ വെളിയിൽ ഒരു പ്ലേ ഏരിയ പോലെയുണ്ട്. അങ്ങനെ കുറച്ച് നേരം കുഞ്ഞിനെ കൊണ്ട് അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അവൾ കുറച്ച് നേരം ഒന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് ഓർത്തു. ഞങ്ങളവിടെ ഇരുന്നപ്പോൾ ഒരു സുന്ദരി ബട്ടർഫ്ലൈ വന്ന് അവിടെ പൂവിൽ വന്നിരുന്നപ്പോൾ ആ വീഡിയോ ചുമ്മാ എടുത്താണ് കേട്ടോ. കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്നു. അപ്പോഴേക്കും ഒരു അമ്മ കുരങ്ങും ഒരു കുട്ടി കുരങ്ങും കൂടെ വന്നത് ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് പേടിച്ച് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് സ്കൂട്ടായി. പിന്നെ അവിടെ ഒരു ചെറിയ പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, അവിടെ നിറയെ കുഞ്ഞുങ്ങളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ശരിക്കും ഒരു റിസോർട്ടും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അവിടെ താമസിക്കുന്നവരൊക്കെ ആയിരിക്കണം. അപ്പോഴത്തേക്കിനും വാവ എഴുന്നേറ്റു. പിന്നെ ഞങ്ങൾ ബട്ടർഫ്ലൈ പാർക്കിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ ഒരു നീറ്റ്നെസ്സും കാര്യങ്ങളും പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഒന്നാമത് പ്ലാസ്റ്റിക് ഫ്രീ സോൺ ആയതുകൊണ്ടായിരിക്കാം നല്ല അടിപൊളിയായിട്ട് വാഷ്റൂംസ് ആയാലും എല്ലാം അവർ നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇതാണ് പാർക്കിൻ്റെ ഉൾവശം. ഇതിൻ്റെ ഏറ്റവും മേളിൽ ഇവരിങ്ങനെ കുടം പോലെ കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇഷ്ടം പോലെ ബട്ടർഫ്ലൈ ഉണ്ട്. ആ ബട്ടർഫ്ലൈയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അവരവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ വായിച്ചൊക്കെ നോക്കാം. എനിക്ക് ശരിക്കും ഇതിനകത്തോട്ട് കയറിയപ്പം വേറൊരു ലോകത്തോട്ട് വന്നൊരു ഫീലായിരുന്നു കേട്ടോ. നല്ല രസമാണ്. കുറേ പൂക്കളും കുറേ ബട്ടർഫ്ലൈയും പിന്നെ ഒരു ചെറിയൊരു ഫിഷ് ടാങ്ക് പോലെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ നടുക്കൂടെ ഒരു ബ്രിഡ്ജും അങ്ങനെയൊക്കെ ഒരു നല്ല ഭംഗിയാണ് കേട്ടോ ഇതിനകം. ആ ഫിഷ് ടാങ്ക് പോലെ സെറ്റ് ചെയ്തതിൻ്റെ വീഡിയോ എടുക്കാൻ നമ്മൾ വിട്ടുപോയി കേട്ടോ. അതുകൊണ്ടാണ് അത് ഈ വീഡിയോയിൽ കാണാത്തതേ. അവരൊരു ആർട്ടിഫിഷ്യൽ ഫ്ലവർ ഉണ്ടാക്കി വെച്ചിട്ട് എന്നിട്ട് മണ്ടയ്ക്ക് ഒരു കോട്ടൺ പോലെ എന്തോ എടുത്ത് വെച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും മധുരം പോലെ ആയിരിക്കാം. ബട്ടർഫ്ലൈൻ്റെ മേളിൽ വന്നിരിക്കുന്നുണ്ട്. പിന്നെ ഇത് ബട്ടർഫ്ലൈ ലൈഫ് സൈക്കിളും കാര്യങ്ങളും ഒക്കെ. പിന്നെ ഇതിനകത്തൊരു മ്യൂസിയം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വെറൈറ്റീസ് ഓഫ് ഇൻസെക്ട്സിൻ്റെ ഡീറ്റെയിൽസും കുറേ ബട്ടർഫ്ലൈയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതേ കുഞ്ഞ് 2 അക്വേറിയം പോലെയുണ്ട്. ഒന്നിനകത്ത് കുറച്ച് വലിപ്പമുള്ള മീനുകളും ഒന്നിനകത്ത് തീരെ കുഞ്ഞു മീനുകളായിരുന്നു കേട്ടോ. ഇത് ഈ വീഡിയോയിൽ കാണുന്ന അത്രയൊന്നും വലിപ്പമില്ല, തീരെ കുഞ്ഞു മീനുകളായിരുന്നേ. അത് നല്ല രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട്. പിന്നെ അതുപോലെ ഒരു ഗ്ലാസിൻ്റെ കൂടിനകത്ത് തേളിനെ ഇട്ട് വെച്ചിരിക്കുന്നത് ഞാനിതിനെ ആദ്യമായിട്ട് കാണണം കേട്ടോ. തേളുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പച്ചപ്പക്കി, ചെലന്തി, ഇതിനൊക്കെ ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റ് പോലെ സെറ്റ് ചെയ്ത് വച്ചിട്ട് ഇതുങ്ങൾ അതിനകത്ത് പ്രൊട്ടക്റ്റ് ചെയ്യാണ്. നല്ല രസമാണ് കേട്ടോ കാണാൻ. വേറൊരു സംഭവം, ഇതിൻ്റെ വെളിയിൽ ഇൻസെക്റ്റ് വേൾഡ് എന്നും പറഞ്ഞിട്ട് ഇവരിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിതിനകത്ത് കുറച്ച് ഉറുമ്പിനെ മാത്രമേ കണ്ടുള്ളൂ കേട്ടോ. വേറെ ഇൻസെക്റ്റിനെ ഒന്നും ഞാൻ കണ്ടില്ല. ഇഷ്ടം പോലെ പല കളറിലുള്ള പൂക്കളുണ്ട് കേട്ടോ. അങ്ങനെ കുഞ്ഞു ഞങ്ങളൊക്കെ നടന്ന് ക്ഷീണിച്ചു. അപ്പോൾ അവൾക്ക് ഞാൻ ഏത്തക്ക നെയ്യിൽ വഴറ്റിയിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു, അത് കൊടുക്കുകയാണ്. ഇവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ട്, പക്ഷെ അത് കുറച്ച് നടക്കണം. പിന്നെ നമ്മൾ ഈ നിൽക്കുന്നിടത്തുനിന്ന് വീണ്ടും നടന്ന് തിരിച്ചു വരുന്ന അത് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഫുഡ് ഞങ്ങൾ പാക്ക് ചെയ്തെടുത്തുകൊണ്ട് വന്നു. അപ്പോൾ മോൾക്ക് ആദ്യം കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ബിരിയാണി പാക്ക് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു മരത്തണലൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ച് അവിടെ ഇരുന്ന് ബിരിയാണിയൊക്കെ കഴിച്ചു. പാത്രം തുറക്കാൻ ഇച്ചിരി പാടുപെട്ടു ഞാൻ. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പതുക്കെ ബിരിയാണിയൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് റിലാക്സ് ചെയ്ത് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അത് നല്ല വേറൊരു വൈബായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും ഞങ്ങൾ നടത്തം ആരംഭിച്ചു. അപ്പോൾ ഇനി നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മുടെ സൂ ആണ്.